ഓക്കെ, നമ്മുടെ SN ഓപ്പൺ യൂണിവേഴ്സിറ്റി അവരുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ഞായറാഴ്ച, അതായത് തൊട്ടടുത്ത ദിവസം BBAയുടെ എക്സാം വരുന്നെന്നൊക്കെ കേട്ടായിരുന്നു. അപ്പോൾ SN ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എഴുതാൻ പോകുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു ആശങ്കയുണ്ട്. കാര്യം അവരാദ്യമായിട്ടാണ് SN ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലെ എക്സാം നടത്തുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാം, നമുക്ക് ആ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളൊന്ന് പറയാം. ഞാൻ പറയുകയാണ്. ആദ്യമേ, കേരള യൂണിവേഴ്സിറ്റിയിൽ വർഷങ്ങളായിട്ട് പേപ്പർ നോക്കി എക്സ്പീരിയൻസ് ഉള്ള പലരോടും ചോദിച്ചിട്ട് അവർക്ക് പൊതുവേ പേപ്പർ നോക്കുമ്പോൾ, ഒരു ടീച്ചർ എന്ന നിലയിൽ പേപ്പർ നോക്കുമ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. കാര്യം SN ഓപ്പൺ യൂണിവേഴ്സിറ്റി മാത്രമല്ല, കേരള യൂണിവേഴ്സിറ്റിയിലെ എക്സാം എഴുതുന്ന എല്ലാവർക്കും പൊതുവേ അവരുടെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്. മെയിനായിട്ടൊരു 3 കാര്യങ്ങൾ, അല്ലാതെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് പറയാൻ വിചാരിക്കുന്നു. ഓക്കെ, ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഉണ്ടല്ലോ, അതൊരു സർക്കിളിൻ്റെ അകത്ത് തന്നെ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ എഴുതുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. എങ്കിൽ കൃത്യം മാർജിനിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ഇങ്ങനെ സർക്കിൾ ചെയ്തിടുക. അപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്നതനുസരിച്ച്, അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി പറയുന്ന കാര്യമാണ് ഇത്, ബാക്കിയുള്ളിടത്തും ഇത് ഫോളോ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ കൃത്യം ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ നമ്പർ സർക്കിൾ ചെയ്ത് പോകുമ്പോൾ അവർക്ക് എന്ത് മനസ്സിലാവും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്പറാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ ഈ സബ് പോയിൻറ്റിൻ്റെ നമ്പറോ അങ്ങനെ ഒന്നുമല്ല എന്ന് കാണുന്ന ടീച്ചേഴ്സിന് ഒരു ക്ലാരിറ്റി കിട്ടും. പലരും പറഞ്ഞു കേട്ടൊരു കാര്യമാണ്, ക്വസ്റ്റ്യൻ നമ്പർ ശരിയല്ലാത്തത് കൊണ്ട് മാർക്ക് കിട്ടാതെ പോയ ഒരുപാട് കേസസ് ഉണ്ട്. അപ്പം ഞാനിവിടെ കണ്ടൻറ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ ഈ ഫുൾ വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾ എഴുതാൻ പോകുന്ന കണ്ടൻറ്റ് എന്തോ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതും നിങ്ങൾക്ക് അറിയാവുന്നത് പോലെയൊക്കെ ഇരിക്കും. ഞാൻ കണ്ടൻറ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ബട്ട് ആ ഒരു പ്രസൻറ്റേഷൻ രീതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം അതാണ്, ക്വസ്റ്റ്യൻ നമ്പർ ഇടുമ്പോൾ ദയവേത് നിങ്ങൾ അർഹിക്കുന്ന മാർക്ക് വെറുതെ കൊണ്ട് കളയരുത്. ക്വസ്റ്റ്യൻ നമ്പർ കൃത്യം എന്ത് ചെയ്യുക, ഒരു സർക്കിളിൻ്റെ അകത്ത് തന്നെ ഇട്ട് പോവുക. ഈ കാണുന്ന പോലെ ഒരു സർക്കിളിൻ്റെ അകത്ത് തന്നെ ഇട്ട് പോവുക. എങ്കിൽ കൃത്യം ഒരു സ്ഥലത്ത് എല്ലാം ഒരേ മാർജിനിൽ തന്നെ വരിക. സർക്കിളിൽ ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷനില്ല, പേപ്പർ നോക്കുന്നവർക്ക് എന്തില്ല, യാതൊരു കൺഫ്യൂഷനും ഇല്ല, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ എന്ന് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ ആൻസറിനും നിങ്ങൾ എഴുതുന്ന ഏത് ആൻസർ, 1 മാർക്കിൻ്റെ ആയിക്കോട്ടെ, 2 മാർക്കിൻ്റെ ആയിക്കോട്ടെ, എത്ര മാർക്കിൻ്റെ ആൻസർ ആയിക്കോട്ടെ, എല്ലാത്തിനും എന്ത് കൊടുക്കുക, ഒരു ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ശീലിച്ച് പോയാൽ നിങ്ങൾക്ക് അഥവാ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിപ്പോയാൽ പോലും ഇന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ടീച്ചർമാർക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അല്ലെങ്കിൽ പോലും ഹെഡിങ് എന്താണ്, ആ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടി അവർക്ക് ഈ ഒരു ആൻസറാണ് ഇവർ എഴുതാൻ പോകുന്നത് എന്നുള്ളത് പേപ്പർ നോക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിലെന്തോ ഒന്ന് ഇമ്പ്രിൻറ്റഡ് ആയിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ് ക്വസ്റ്റ്യൻ്റെ ഹെഡിങ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ, അപ്പോൾ വാട്ട് ഈസ് അക്കൗണ്ടിങ് എന്നാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ആണ് അവിടുത്തെ ഹെഡിങ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ 1 എന്ന് എഴുതി സർക്കിൾ ചെയ്തു, അക്കൗണ്ടിങ് എന്ന് സൈഡിൽ എഴുതി അതിനൊരു വര കൊടുത്തിട്ടേ പിന്നീട് ആൻസർ എഴുതി തുടങ്ങാവും. അതൊരു ഫോർമാറ്റാണ്, അതൊരു കാണുന്നവന്, ഞാൻ പറയുന്നത് ഇപ്പോൾ പേപ്പർ നോക്കുന്നവൻ്റെ കാഴ്ചപ്പാടിന്നാണ്. പേപ്പർ നോക്കുന്നവന് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അങ്ങനെയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 2 കാര്യങ്ങളാണ് പറഞ്ഞു. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാൽ കൃത്യം മാർജിനിൽ തന്നെ പോയി സർക്കിൾ ചെയ്ത് പോവുക. ആൻസേഴ്സ് എഴുതുമ്പോൾ ഹെഡിങ് കൊടുത്ത് തന്നെ ആൻസർ തുടങ്ങുക. മൂന്നാമത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്താണ് ഈ കണ്ടിന്യൂറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. സെക്ഷൻസ് ഏതൊക്കെയാണ്? സെക്ഷൻ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 4 സെക്ഷൻ എന്ന് പറയുന്നത്. ഈ 4 സെക്ഷനിലും ഇത്ര ക്വസ്റ്റ്യൻ, അപ്പോൾ ആദ്യ സെക്ഷനിൽ 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ രണ്ടാമത്തെ സെക്ഷനിൽ 4 ക്വസ്റ്റ്യനോ അങ്ങനെ എന്തൊക്കെയോ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എന്താ കേട്ടോ, വാട്ട് എവർ മേ ബി. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും, ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, അതായത് ഇന്ന സെക്ഷനിൽ ഇത്ര ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, ഇന്ന സെക്ഷനിൽ ഇത്ര ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യം A സെക്ഷൻ എഴുതിയിട്ട് പിന്നെ C എഴുതാം, അത് കഴിഞ്ഞ് D എഴുതാം, പിന്നെ B എഴുതാം. ഇല്ലെങ്കിൽ ആദ്യം D എഴുതിയിട്ട് പിന്നെ A എഴുതാം. അങ്ങനെ എഴുതുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ തിരിച്ച് മറിച്ചൊക്കെ കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് മറിച്ചൊക്കെ എഴുതുന്നതിന് ഒരു കുഴപ്പവുമില്ലെന്നാണ് യൂണിവേഴ്സിറ്റികൾ പൊതുവെ പറയുന്നതെങ്കിലും ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ എങ്ങനെ തന്നെ എഴുതുക, ആദ്യം Aയിൽ ആൻസേഴ്സ് എല്ലാം എഴുതി കഴിഞ്ഞു, പിന്നെ Bയിൽ ആൻസേഴ്സ് എഴുതി, പിന്നെ Cയിൽ എഴുതി, പിന്നെ Dയിൽ എഴുതിയിലേക്ക് തന്നെ പോകും. അങ്ങനത്തെ രീതി തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം, തിരിച്ചു പോയാലും കുഴപ്പമില്ല, എല്ലാ സെക്ഷനിലെയും
ക്വസ്റ്റ്യൻസ് അകത്ത് തന്നെ ഉണ്ടാവണമെന്ന് പറയും. ഇങ്ങനെ കണ്ടിന്യൂറ്റി വേണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടല്ലാതെ, ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി, പിന്നെ നിങ്ങൾ എഴുതുന്ന 24ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരിക്കും, പിന്നെ അടുത്ത എഴുതുന്ന 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരിക്കും. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ എഴുതിപ്പോയുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കോപ്പി അടിച്ചാണ് എഴുതിയെന്നുള്ള ഒരു ധാരണ, അടിച്ചെഴുതിയതാണെങ്കിലും അല്ലെങ്കിലും ഒരു ധാരണ പേപ്പർ നോക്കുന്നവൻ്റെ മനസ്സിൽ വരും. അവൻ നിന്നെ ഒന്ന് ചെറുതാക്കിയേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ആൻസർ ശരിയാവും എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കത്തില്ല. വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവരങ്ങ് എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ എഴുതുമ്പോൾ. അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തെന്നറിയോ? ഇവർക്ക് ബുദ്ധിമുട്ടാണ്, പേപ്പർ നോക്കുന്നവർക്ക് വലിയൊരു ഇറിറ്റേഷനാണ് ഇങ്ങനെ നോക്കുന്നത്. അതുകൊണ്ട് ഇവർ വേറെ പല മെക്കാനിസവും ഫോളോ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. കൃത്യം നിങ്ങൾ എഴുതിയ ആൻസർ നോക്കിയിട്ടായിരിക്കില്ല പിന്നെ അവർ എന്ത് ചെയ്യുന്നത്, മാർക്ക് ഇടുന്നത്. കാര്യം അവരവിടെ ഇറിറ്റേറ്റഡ് ആയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇത് പേപ്പർ നോക്കുന്നവൻ്റെ സൈക്കോളജിയാണ്. അയാൾക്ക് കംഫർട്ട് തോന്നിയാലേ നമുക്ക് അർഹിക്കുന്ന മാർക്ക് തരാൻ അയാൾക്ക് തോന്നും. കാര്യം പിന്നീട് ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് ഇനി എന്തുകൊണ്ട് ഇത്ര മാർക്ക് ഇയാൾക്ക് കൊടുത്തു എന്ന് ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ വരണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയറൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആ പേപ്പർ നോക്കുന്ന ആൾ അങ്ങനെയൊന്നും പേപ്പർ നോക്കുമ്പോൾ ചിന്തിക്കത്തില്ല. നിങ്ങളെന്ത് ശ്രദ്ധിക്കുക, കഴിവതും കണ്ടിന്യൂസ് ആയിട്ട് 1, 2, 3, 4 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എഴുതാൻ നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എ എന്ന സെക്ഷൻ എഴുതി തുടങ്ങി എങ്കിൽ എന്ത് ചെയ്യുക, എയിൽ എല്ലാ ആൻസർ എഴുതി തീർന്നിട്ട് ബിയിലേക്ക് പോവുക, പിന്നെ സിയിലേക്ക് പോവുക, ഡിയിലേക്ക് പോവുക. അങ്ങനെ കണ്ടിന്യൂസ്. അല്ലെങ്കിൽ ഡി ആദ്യം തുടങ്ങിയാലും കുഴപ്പമില്ല, ബട്ട് എന്ത് ചെയ്യുക, ഡിയിലെ ആൻസേഴ്സ് മൊത്തം എഴുതിയതിന് ശേഷമേ സിയിലേക്ക് പോകാവൂ. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ഇത് ബേസിക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പരീക്ഷ പഠിച്ചതായിട്ടോ ഒന്നുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് ഈ 3 കാര്യങ്ങൾ. ബട്ട് ഈ 3 കാര്യങ്ങൾ അറിഞ്ഞൂടാന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് പലർക്കും ഒരുപാട് മാർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് 3 സ്പെസിഫിക്കായിട്ട് പറഞ്ഞത്. ഇതല്ലാതെ 1-2 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ചിലർ ചെയ്യുന്നൊരു പ്രാക്ടീസ് ഉണ്ടാകുന്നു, നിങ്ങൾ ചെയ്യരുതേന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ആൻസർ എഴുതുകയാണ്. ഇത് 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. എഴുതി തീർന്നപ്പോൾ എൻ്റെ പേജിൻ്റെ ഇവിടെ സ്ഥലം വെറുതെ കിടക്കുന്നു. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ പേപ്പറാണ്, ആൻസർ എഴുതി കഴിഞ്ഞു. ഇത്രയും സ്ഥലം എന്താ എനിക്കിവിടെ വെറുതെ കിടക്കുന്നു. പിന്നെ ഞാൻ അവസാനം നോക്കിയപ്പോഴാണ് ഇത് വെറുതെ കിടക്കുന്നതെന്ന് കണ്ടേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഇങ്ങനൊരു വര വരച്ച്, ഇവിടെ എനിക്ക് ആൻസർ ഒന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി വര വരച്ച് വെട്ടിയിടും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്താലുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഒരുപാട് പേപ്പർ എടുത്ത് വെച്ച് തിരിച്ച് നോക്കി പോകുന്ന ആൾ ഈ വര കാണുമ്പോൾ എന്ത് വിചാരിക്കും, ഇനി ബാക്കിലോട്ട് ആൻസേഴ്സ് ഒന്നുമില്ല, ഇവിടം കൊണ്ട് ഈ ക്വസ്റ്റ്യൻ അവൻ എഴുതി നിർത്തി, അല്ലെങ്കിൽ ആ പരീക്ഷ എഴുതി നിർത്തി എന്ന് വിചാരിക്കും. അങ്ങോട്ടുള്ള പേപ്പർ അയാൾ നോക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ എന്ത് ചെയ്ത് പോവാം, മിസ്സായി പോവാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള സ്പേസ് വരാതെ നോക്കുക. അഥവാ വന്നാൽ അവിടെ PTO ഒന്ന് എഴുതിയിടുക. അല്ലാതെ വെട്ടിയൊന്നും ഇടാൻ നിൽക്കേണ്ട. എവിടെയാണ് വെട്ടി ഇടാനുള്ള, നിങ്ങൾ ആ ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി കഴിഞ്ഞു, നിങ്ങളുടെ പരീക്ഷ എഴുതി കഴിഞ്ഞു, ഇനിയും സ്പേസ് ബാക്കി കിടപ്പുണ്ടെങ്കിൽ അവിടെ മാത്രമേ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇടാവൂ. ഇത് പലരും ചെയ്യുന്നൊരു തെറ്റായ പ്രവണതയാണ്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്ത് വയ്ക്കരുത്. ഓക്കെ, ഇനി പലരും ചെയ്യുന്ന വേറൊരു മണ്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ഇപ്പോൾ 15 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ചിലരെന്ത് ചെയ്യും, 15 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 4 എഴുതി വയ്ക്കും, അപ്പോൾ എനിക്ക് 60 മാർക്ക് കിട്ടുമല്ലോ എന്നാണ് പലരുടെയും വിചാരം. ദയവേത് അങ്ങനെ വിചാരിക്കരുത്. പേപ്പർ നോക്കുന്നവർക്ക് സമയമില്ലാത്തതുകൊണ്ട് അബദ്ധങ്ങൾ പറ്റും എന്നും പറഞ്ഞ് പേപ്പർ നോക്കുന്നത് മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത്. ഓക്കെ, എന്താ ചെയ്യുന്നതെന്നറിയോ? അപ്പോൾ നിങ്ങൾ 15 മാർക്കിൻ്റെ ഈ പറഞ്ഞ പോലെ 4 ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. 4 ക്വസ്റ്റ്യന് മാർക്ക് ഇടാനുള്ള സ്ഥലം ഇതാണെന്ന് വിചാരിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടി, രണ്ടാമത്തേന് പിന്നെ ഒരു 10 കിട്ടി, അടുത്തതിന് 15 കിട്ടി, അടുത്തതിന് 12 കിട്ടി. ഇങ്ങനെ ഈ 4ഉം കൂടെ ആഡ് ചെയ്ത് വയ്ക്കത്തില്ല. പകരം ഇതിലേറ്റവും നല്ല മാർക്ക് കിട്ടിയ 2 മാർക്കേ എടുക്കത്തുള്ളൂ. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ നോക്കുമ്പോൾ വളരെ കുറവ് മാർക്കായിരിക്കും കിട്ടും. നിങ്ങളിത് എന്തിൻ്റെ സമയമാണ്? 4 മാർക്കിൻ്റെ 5 മാർക്ക് 4 മാർക്കിൻ്റെ ഇല്ല സോറി 5 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനുള്ള സമയമാണ് നിങ്ങൾ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതി വെറുതെ കളയുന്നത്. അതുകൊണ്ട് അവരെത്രയാണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞേക്കുന്നത് അത്രയും ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. അതിൽ അധികമൊന്നും എഴുതാൻ നിൽക്കേണ്ട. ഓക്കെ, ഇതൊക്കെ ജനറലായിട്ടുള്ള കാര്യം. പിന്നെ പറയാനുള്ളത് അത്യാവശ്യം നീറ്റായിട്ട് കീപ്പ് ചെയ്യുക. നിങ്ങൾ പേപ്പർ നീറ്റായിട്ട് കീപ്പ് ചെയ്യുക. എഴുതുന്നത് മറ്റേ എത്ര വൃത്തിയിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരായിരുന്നാലും ഒരു സമയം എടുത്ത് എഴുതി ഒരു അത്യാവശ്യം നീറ്റായിട്ടൊക്കെ പോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ആൻസറിൻ്റെ വോളിയം, അതിൽ നമുക്കൊരു കൃത്യം സ്റ്റാൻഡേർഡൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ചിലർ പറയും ഒരുപാട് വലിച്ചു വരി ആൻസർ എഴുതിയാൽ മാർക്ക് കിട്ടുമെന്ന്, ചിലർ പറയും അങ്ങനെ അതിൻ്റെ കാര്യമൊന്നുമില്ല. അത് പേപ്പർ നോക്കുന്ന ആളിനെ ബേസ് ചെയ്തിരിക്കും. അങ്ങനെ കൃത്യം സ്റ്റാൻഡേർഡൊന്നും ആരും പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അതൊന്നും റീഡ് ആവേണ്ട. നിങ്ങളുടെ ലോജിക്കിനനുസരിച്ച് അങ്ങനെ വോളിയം കൊടുക്കുക. എന്നാലും മിനിമം വോളിയം കൊടുക്കുക.
ഈ പറഞ്ഞ 3 കാര്യങ്ങളും പിന്നെ അവസാനം പറഞ്ഞ ജനറലായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലിരിക്കട്ടെ. ഉറപ്പാണ് നിങ്ങൾക്ക് അർഹിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നീറ്റായിട്ട് എഴുതിപ്പോയി ഒരുവിധം കണ്ടൻറ്റോടെ നീറ്റായിട്ട് എഴുതിപ്പോയി നിങ്ങൾ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.